ഈ ശിഷ്യനാണ് സൂഫി ലോകത്തറിയപ്പെടുന്ന മഹാനായ, ഒരുപാട് സൂഫിയാക്കളുടെ ഉസ്താദായി അറിയപ്പെടുന്ന മഹാഗുരുവായ മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു. അവരുടെ പേര് ഹാത്തം എന്നാണ്. പക്ഷെ ആ ഹാത്തം എന്ന മഹാനെ വിളിക്കുന്ന ഒരു വട്ടപ്പേരാണ് ഈ അസമ്മ്. അസമ്മ് എന്ന് പറഞ്ഞാൽ പൊട്ടൻ, ചെവി പൊട്ടൻ. നമ്മളെ ഭാഷ പറഞ്ഞ വട്ടപ്പേര്, ഇരട്ടപ്പേര്. ഈ വലിയ മഹാനെ ജനങ്ങൾ വിളിക്കുന്ന പേരാണ് ഇത്. ചെറിയ ആളൊന്നുമല്ല, വലിയ ആളാ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹനെ അറിയണമെന്ന മോഹത്തോടുകൂടി ജീവിതത്തെ മഹാഗുരുവിന്റെ മുമ്പിലേക്ക് 33 വർഷം സമർപ്പിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാൻ. ഒരുപാട് സിർലോകത്തിന്റെ വാതായനങ്ങളെ അല്ലാഹു തആല തുറന്നു കൊടുത്ത മഹാവെളിച്ചം കൊണ്ട് അല്ലാഹു ഖൽബിനെ അലങ്കരിച്ച മഹാൻ. ആ മഹാനാണ് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു. പക്ഷേ അദ്ദേഹം ഹാത്തം എന്ന പേര് വിളിപ്പോരോ അസം എന്നാണ്. ഇതാണ് അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാൻ നമുക്ക്. വട്ടപ്പേരാണ് പൊട്ടൻ. പൊട്ടൻ എന്താ പൊട്ടൻ? ഹാത്തം റളിയല്ലാഹുവിന്റെ ഒരു പൊട്ടനല്ല. പക്ഷേ അദ്ദേഹം പൊട്ടനായിട്ട് ഒരിക്കൽ അഭിനയിച്ചു. ആ അഭിനയിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് കയറ്റിയ പേരാണ് ഹാത്തമുൽ അസ്സം, പൊട്ടൻ ഹാത്തം. ഈ വലിയ മഹാൻ അള്ളാഹു ഈ മഹാന്റെ ഹക്ക് കൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവരുടെ മാരിഫത്തിന്റെ നൂർ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ വലിയ സ്ഥാനത്തിരിക്കുന്ന മഹാന്റെ മുമ്പിലേക്ക് ദറസിൽ ഇങ്ങനെ ശിഷ്യന്മാരിയ്ക്കാണ്. അവരിരുന്നിങ്ങനെ ദീന് കേൾക്കണം. ഈ ദീനിങ്ങനെ ഉസ്താദ് പറഞ്ഞു കൊടുക്കേ. സുന്ദരമായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യന്റെ ഇൽമ ആരാണ് അവരുടെ മഹാഗുരുവെന്നറിയുമോ? മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു. ആ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ 33 വർഷക്കാലത്തെ ശിഷ്യനാണ് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ഈ ഗുരുവാകുന്ന ശഖീഖുൽ ബൽഖിയോ അവരുടെ ഗുരുവാകുന്ന മഹാനായ ബൽഖയുടെ സുൽത്താനായി അറിയപ്പെടുന്ന സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ശഖീഖുൽ ബൽഖി. എത്ര കൊല്ലമെന്നറിയുമോ? 25 കൊല്ലമാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കാൽച്ചുവട്ടിലേക്ക് തന്റെ തലഭാഗത്തെ സമർപ്പിച്ചു കൊടുത്തത്. അവിടെ നിന്നുകൊണ്ട് ആത്മീയമായ ജ്ഞാനം നേടിയത് 25 കൊല്ലമാ. അങ്ങനത്തെ വലിയ മഹാന്റെ ശിഷ്യനാണ് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ആ മഹാൻ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ദറസെടുത്ത് ആ ദറസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു പെണ്ണ് വന്നു, ഒരു യുവതി വന്നു. യുവതിയാകാം, ഒരു പെണ്ണ് വന്നു. അവക്കൊരു മസല ചോദിക്കണം. ആ മസല ചോദിക്കാൻ മഹാനരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ മഹാനര് ദറസ് നിർത്തി. എന്നിട്ട് ചോദിച്ചു, എന്താ നിനക്ക് ചോദിക്കാൻ? അവർ നേരെ അടുത്തേക്ക് വന്നിട്ട് അവർക്ക് ചോദിക്കാനുള്ള എന്തോ ഒരു വിഷയം മഹാനരോട് ചോദിക്കണം. ഈ ചോദിക്കുന്നതിനിടയിൽ എന്തോ ഗ്യാസിന്റെ തകരാറോ എന്തെങ്കിലുമൊക്കെ ആകാം, അത് തന്നെ ആകണം. അത് കാരണം ഈ വന്നു നിന്ന് സംശയം ചോദിച്ചു കൊണ്ടിരുന്ന ഈ പെണ്ണിന് പിൻഭാഗത്ത് നിന്നൊരു ശബ്ദം പുറപ്പെട്ടു. നമ്മുടെ ഭാഷയിൽ കീഴ്വായു എന്ന് പറയുന്ന ഒരു ശബ്ദം പുറപ്പെട്ടു. ഈ ശബ്ദം ഈ ഒരു വലിയ ആലിമിന്റെ മുമ്പിൽ ഒരു വലിയ സദസ്സിൽ നിന്നാണ് ഇത് പൊട്ടുന്നത്. ഒരു പെണ്ണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആണിനാണ് അത് സഹിച്ചിരിക്കാൻ കഴിയില്ല. നമ്മളെ പിന്നെ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ ഇടയിൽ തന്നെ പെട്ടുപോയ നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, ആകെ ചൂളിപ്പോകും. അപ്പൊ അതൊരു പെണ്ണാകുമ്പോഴോ അവർക്ക് അത് ഒട്ടും സഹിക്കാൻ കഴിയില്ല. ഇവരാകെ ചൂളിപ്പോയി. കാരണം ഈ വലിയ മഹാന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് കൂടി അങ്ങ് വെളിവായപ്പോ ആകെ അങ്ങോട്ട് നാണം കെട്ടപ്പോ ഇത് പെട്ടെന്ന് ഹാത്തം റളിയല്ലാഹു അൻഹു പിടികിട്ടി. ആ മഹാൻ, ഇവിടെയാണ് പെണ്ണിന്റെ മാനത്തിന്റെ വില, മനുഷ്യന്റെ മാന്യതയുടെ വില അതാണ്. മഹാനര് പെട്ടെന്ന് ചെവിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് അവരെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, പെണ്ണ് നീ പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ല, നീ എന്താ പറഞ്ഞെന്ന് എനിക്ക് വ്യക്തമായില്ല, എനിക്ക് ചെവി ഇച്ചിരി കേൾവി കുറവാ, അതുകൊണ്ടൊന്ന് വ്യക്തമാക്കി പറ. അവർക്ക് സമാധാനായി. ഓ അൽഹംദുലില്ലാഹ്, എന്റെ ഈ സൗണ്ട് അവർ കേട്ടിട്ടില്ല, അപ്പൊ മോശമായില്ല. അത് അങ്ങനെ ഒന്ന് അഭിനയിച്ച് കാണിക്കേ. കാരണം അവരുടെ ആ മാനം ഒന്ന് രക്ഷപ്പെടുത്താൻ. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി പോലും മാനത്തിന് വേണ്ടി ദുആ ചെയ്തത്. ഫലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ഇബ്രാഹിമിനെ നാണം കെടുത്തരുതേ അല്ലാഹ്. ഇബ്രാഹിമിന്റെ മാന്യത തകർക്കരുതേ അല്ലാഹ്.
ഇബ്രാഹീമിനെ കളിയാക്കരുതേ അല്ലാ, ഇബ്രാഹീമിനെ അവഹേളിക്കരുതേ അല്ലാ. ഈ ദുനിയാവിൽ വെച്ചല്ല, പിന്നെയോ യൗമല യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മാനത്തിന്റെ വില വലുതാണ് പ്രിയപ്പെട്ടവരെ. യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതുന്ന ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ. പെണ്ണിന്റെ മാനത്തിന് വില നൽകിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കിയ ആയത്താ. ഒരു പാവപ്പെട്ട പെണ്ണ് പരിശുദ്ധമായ മക്കയിലെത്തുന്നു. മക്കയിലെ അവരുടെ ആവശ്യം നിർവഹിക്കുന്നു. തിരിച്ചു പോകാൻ നേരത്ത് പരിശുദ്ധമായ പടച്ച റബ്ബിന്റെ കഅബ കാണുന്നു. അല്ലാഹുവിന്റെ കഅബ കണ്ടിട്ട് എങ്ങനെ തവാഫ് ചെയ്യാതെ പോവുക? അല്ലാഹുവിന്റെ കഅബ കാണുമ്പോഴേക്ക് കണ്ണ് നിറയുന്നു. പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി മത്താഫിലേക്ക് ആർത്തിയോടെ ഇറങ്ങുന്നു. ഇസ്ലാമിന്റെ പ്രബോധനവുമായി നബിത്തങ്ങൾ കടന്നു വരുന്നതിന്റെ ആദ്യഘട്ടം, അന്ന് മക്കയുടെയും മസ്ജിദുൽ ഹറാമിന്റെയും കഅബയുടെയൊക്കെ അധികാരം കുഫാറുകളുടെ കയ്യിലാണ്. അവരെ നിയമങ്ങളാണ് അവിടെ നടക്കുന്നത് മുഴുവനും. ഈ പെണ്ണിന് അവിടുത്തെ നിയമങ്ങൾ അറിയില്ല. അവിടുത്തെ കുഫാറുകളുടെ നിയമം, അന്യ നാട്ടുകാര് തൊവാഫ് ചെയ്യാൻ കഅബയിലെത്തിയാൽ അത് മക്കക്കാരുടെ ശിരോവസ്ത്രം ധരിക്കണം. അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് മത്താഫിൽ ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഇറങ്ങിയെങ്ങാനും അവര് തൊവാഫ് ചെയ്താൽ പിന്നെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ മണ്ണ് വിട്ടു പോകാൻ അവർ അനുവദിക്കില്ല. ആ വസ്ത്രം അവിടെ അഴിച്ചിടണം, അവിടെ സ്വതന്ത്രമാക്കണം. ആ വസ്ത്രം അവർക്ക് നൽകിയിട്ട് പോകേണ്ടി വരും. അത് മക്കക്കാരുടെ ഒരു കുത്തക അവകാശമായിട്ട് അവരങ്ങനെ കൈവച്ചിരിക്കുകയാണ്. ഭക്ഷണം അതേപോലെ, വെളിയിൽ നിന്ന് അവിടെ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാൻ പാടില്ല. മക്കക്കാര് നൽകുന്ന ഭക്ഷണം, ആ ഖുറൈശികൾ അവിടെ നൽകുന്ന ഭക്ഷണം കഴിച്ചോളണം. ഇതൊക്കെയാണ് നിയമം. ഈ നിയമം അറിയാതെ ഇപ്പെണ്ണ് മത്താഫിൽ ഇറങ്ങി തൊവാഫ് ചെയ്യാൻ പോയപ്പോൾ ഈ ഖുറൈശി പ്രമുഖരായ കുഫാറുകൾ വന്നവരെ തടഞ്ഞിട്ട് പറഞ്ഞു, എവിടെ പോണ്? തൊവാഫ് ചെയ്യാം. നീ ഏത് നാട്ടുകാരിയാ? അപ്പൊ മക്കക്കാരിയല്ല. മക്കക്കാരിയല്ലാത്ത ഒരാള്, ഞങ്ങൾ നാട്ടുകാരല്ലാത്തവര് തൊവാഫിന് വന്നാൽ അവർക്കുള്ള നിയമം എന്താണെന്ന് നിനക്ക് അറിയില്ല. എന്നാ നീ പഠിച്ചോ. നിങ്ങളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അന്യ നാട്ടുകാർ മത്താഫിൽ ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഇറങ്ങിയിട്ട് നിങ്ങളെ വസ്ത്രം ധരിച്ച് നിങ്ങൾ തൊവാഫ് ചെയ്താൽ പിന്നെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ മണ്ണ് വിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ വസ്ത്രം ഞങ്ങൾക്ക് തരേണ്ടി വരും. പറഞ്ഞു, എനിക്ക് നിയമം അറിയില്ല. ഇപ്പൊ അറിഞ്ഞില്ലേ? പറഞ്ഞു, എന്നാ പിന്നെ എനിക്ക് വസ്ത്രം ചോദിച്ചു നോക്കണം. ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം, തന്നില്ലെങ്കിലോ പറ്റില്ല, തിരിച്ചു പോകണം. അവസാനം ഈ പാവപ്പെട്ടവള് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പുണ്യഗേഹം തൊവാഫ് ചെയ്യാതെ മടങ്ങാൻ തന്റെ മനസ്സ് അനുവദിക്കില്ല എന്ന് തീർത്തും ഉറപ്പിച്ചപ്പോ ഈ പാവപ്പെട്ടവള് മക്കക്കാരോട് കെഞ്ചി നോക്കി, മയ്യുഈറുനീ ബിത്തുവാഫ മയ്യുഈറുനീ ബിത്തുവാഫ. നിങ്ങളാരെങ്കിലും ഒരു വസ്ത്രമൊന്ന് വായ്പ തരുമോ? വെറുതെ വേണ്ട, ഞാൻ കൂലി തരാം. അല്ലാഹുവിന്റെ കഅബ കണ്ടിട്ട് അതിന് മാത്രം തൊവാഫ് ചെയ്യാൻ ഞാൻ കൊതിച്ചുപോയി. ആ തൊവാഫ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ എൻ്റെ കാലുകൾ എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്ന പെണ്ണുങ്ങളെ, ആരെങ്കിലും എനിക്കൊരു വസ്ത്രം തരുമോ? ഒരാൾ പോലും ആ വിളി കേട്ടില്ല. ഒരാൾ പോലും ആ പാവപ്പെട്ടവൾക്ക് വസ്ത്രം നൽകിയില്ല. അവസാനം മത്താഫ് വിടാൻ തീരുമാനിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ കഅബ വിട്ടുപോകാൻ ആർക്കാ കഴിയുന്നത് പ്രിയപ്പെട്ടവര്? ഈ പാവപ്പെട്ടവള് അവസാനം തവാഫ് ചെയ്യാറുള്ള അദമ്യമായ കഅബയോടുള്ള കൊതിയുടെ പേരിൽ തന്റെ വസ്ത്രമടിക്കുന്നു. ആ വസ്ത്രത്തിൽ നിന്ന് ശരീരത്തെ സ്വതന്ത്രമാക്കുന്നു.
ഒഴുകുന്നു. അല്ലാ, അങ്ങനെ വിവസ്ത്രയായ തവാഫ് ചെയ്യുന്നു. ആ തവാഫ് ചെയ്യുമ്പോ ആ പാവപ്പെട്ടവളുടെ മനമുരുകുന്നു, കണ്ണുകൾ ജലാർദ്രമായി ഒഴുകുന്നു, ചുണ്ടുകൾ വിതുമ്പി പൊട്ടുന്നു. അങ്ങനെ വിതുമ്പി വീടുകൊണ്ട് മത്താഫിന്റെ ഓരത്തുള്ള ആണുങ്ങളോട് വിളിച്ചു പറഞ്ഞ വാക്യമാ, അൽയൗമ യബ്ദു കുല്ലുഹു ഔബാലു വമാ ബദാ മിന്നി ഫലാ ഉഹില്ലു. اليوم يبدو كله أوبال وما بدا مني فلا أحل. ആണുങ്ങളെ, നിങ്ങളാരും ഇപ്പൊ മത്താഫിലേക്ക് നോക്കല്ല, നിങ്ങളാരും കഅബയിലേക്ക് നോക്കല്ല. നിങ്ങളങ്ങനെ നോക്കിയാൽ ഈ പാവപ്പെട്ടവളുടെ ശരീരം നിങ്ങൾ കാണും. ഗത്യന്തരമില്ലാതെ വസ്ത്രമടിക്കേണ്ടി വന്നവളാണ്. കഅബൻ തവാഫ് ചെയ്യാറുള്ള മോഹത്തിന്റെ മുമ്പിൽ ഇവളിങ്ങനെ നിർബന്ധിതമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആണുങ്ങളെ, നിങ്ങൾ എൻ്റെ ശരീരം നോക്കല്ല, നിന്റെ ഔറന്റെ ഔറത്തിലേക്ക് തിരിയല്ല, അത് നിങ്ങൾക്ക് ഹറാമാണ്. നിങ്ങളെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തിപ്പിടിക്കുക, നിങ്ങളെ മുഖങ്ങളെ നിങ്ങൾ കുനിച്ചു പിടിക്കുക. ഒരാളും എൻ്റെ ശരീരത്തിലേക്ക് നോക്കല്ല, എൻ്റെ പൊരുത്തം നിങ്ങൾക്കില്ല, അത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനം പൊട്ടി തവാഫ് ചെയ്യുന്നവളുടെ മനസ്സിന്റെ വേദന അലിയടിച്ചത് ആ കഅബയുടെ പരിപാലനത്തിന് വേണ്ടി അന്നത്തെ കുത്തക അവകാശികളായി നിന്നിരുന്ന കുഫാറുകളുടെ മനസ്സുകളിലല്ല പ്രിയപ്പെട്ടവരെ, ആകാശത്തിലുള്ള മലക്കുകളിലേക്കല്ല പ്രിയപ്പെട്ടവരെ, യജമാനനായ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ആ പെണ്ണിന്റെ വേദന എത്തുന്നു. അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇറങ്ങുന്നു. എന്നിട്ട് മുത്ത് റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തതാ, യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. വലിയൊരു പാടുണ്ട്. വീട്ടിലുള്ള ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും സഹോദരിയാണെങ്കിലും ഉമ്മയാണെങ്കിലും അയൽവക്കക്കാരിയാണെങ്കിലും ആ പെണ്ണുങ്ങളോടുള്ള എല്ലാ മര്യാദകളും 100% ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണമെന്നും അവരെ അകാരണമായി ഒരു തരത്തിലും വേദനിപ്പിക്കരുതെന്നും അവരെ കരയിപ്പിക്കരുതെന്നും അവരുടെ കണ്ണുനീരിൻ്റെ വിലയാണത്. അള്ളാഹു ഉത്തരയിറക്കും, അള്ളാഹു ഉത്തരയിറക്കും. അത് ചിലപ്പോൾ ശിക്ഷയാകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ, എന്തോ ആവട്ടെ, ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു അങ്ങനെ ഈ പെണ്ണ്, അവിടെ നമ്മളെ വിഷയത്തിൽ നിന്ന് പോയത്, അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് അഭിനയിച്ച് കാണിച്ചു. ഈ അഭിനയിച്ച് കേൾക്കാൻ പറ്റില്ല എന്ന് അഭിനയിച്ചപ്പോൾ സദസ്സിലുള്ളവർ വിചാരിച്ചു ഈ ഹാത്തം എന്ന് പറയുന്ന ഈ വലിയ മഹാന് കേൾവി കുറവാണ്. അന്ന് കിട്ടിയ ഒരു പേരാണ് അസമ്മ, ഹാത്തമുൽ അസമ്മ. എന്തോ ആവട്ടെ, ആ ഹാത്തമുൽ അസമ്മ റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട ഗുരു ചോദിച്ചു, ഏതാ മോനെ ഈ 8 മസലകൾ നീ പഠിച്ചത്? ഏതാ ഈ 8 മസല? അത്ഭുതം തോന്നുന്നു നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. അള്ളാഹുടെ അടിമയാണ്, പക്ഷെ അവരാ ചിന്ത തൻ്റെ ചിന്തയിലും തൻ്റെ മനസ്സിൽ നിന്ന് ഉദിക്കുന്നതും മനുഷ്യരിൽ നിന്ന് ഗവേഷണം ചെയ്യുന്നതുമൊക്കെ ഖുർആനുമായി ബന്ധിപ്പിക്കുകയാണ്, ഈ വേദഗ്രന്ഥങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ്, മുത്തുനബിയുടെ ഹദീസുമായി ബന്ധിപ്പിക്കുകയാണ്. ആ ബന്ധിപ്പിച്ചിട്ട് ആ ഹദീസിൽ നിന്നിട്ട് അദ്ദേഹം ഗുണപാഠങ്ങൾ എടുക്കുകയാണ്, ഖുർആനിൽ നിന്ന് ഗുണപാഠം എടുക്കുകയാണ്. ഇതാണ് അല്ലാഹു തആല അനുഗ്രഹിച്ച മുത്തഖീങ്ങൾ.